സൂവിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ബാസിയൊക്കെ നേരത്തെ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. ബാസി അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. കാർ പാർക്കിങ്ങിനായിട്ട് നമുക്ക് കിട്ടിയ ഒരു സ്ഥലം നോക്കിയേ, ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ അവിടെ ഒരുപാട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ സൂവിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളിത് നടന്നു പോകാനാണ് തീരുമാനിച്ചത്. ഇനി ക്യാബ് വേണ്ടവർക്ക് അതിനുള്ള ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ സൂ മുഴുവൻ നടന്ന് കണ്ടു തീർക്കണമെങ്കിൽ ഏകദേശം 2 മണിക്കൂർ വേണം. നമ്മളെല്ലാം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് തന്നെയാണ് രാവിലെ ഇറങ്ങിയത്. അപ്പോൾ പുതിയ കരടിക്കുട്ടനെ കണ്ടു, അതുപോലെ തന്നെ സിംഹവും നമ്മുടെ കാട്ടിലെ രാജാവും റാണിയും എല്ലാവരെയും കണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാഴ്ചകൾ ഓരോന്നും കേശുവിനും ബാസിക്കും പുതുമയുള്ള കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ സിംഹവും കടുവയുള്ള ആ കൂടിൻ്റെ അവിടെ എത്തി. അപ്പോഴാണ് നമ്മുടെ ലിയോ സിനിമയിലെ ഹൈനെ കാണണമെന്ന് കേശു പറഞ്ഞത്. അങ്ങനെ നോക്കി നമ്മളിത് ഹൈനെ അതിലിങ്ങനെ തെക്കും വടക്കും അങ്ങ് നോക്കി നടക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനിൽ എത്തിയിട്ടോ. ഒരുപാട് വെറൈറ്റി ബട്ടർഫ്ലൈ ഉണ്ട്. ഇതെല്ലാം കൂടെ എങ്ങനെ ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിത് പാമ്പിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ അനാക്കോണ്ടയെ കാണാൻ വേണ്ടിയിട്ടുള്ള ആവേശമാണ് കേട്ടോ പിള്ളേർക്ക്. അങ്ങനെ അനാക്കോണ്ടയൊക്കെ കണ്ട്